ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRIകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. NRIകൾ ഏത് അക്കൗണ്ടാണ് ഉപയോഗിക്കേണ്ടത്, NRI എന്ന് പറഞ്ഞാൽ എന്താണ്, NRE എന്താണ്, NRO എന്താണ്, FCNR എന്താണ്, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം, എത്രയാണ് മിനിമം ബാലൻസ്, എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത്, ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, സാധാരണ അക്കൗണ്ട് എടുത്താൽ മതിയോ എന്നുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇത് ഓൾറെഡി അറിയാവുന്നവരുണ്ടാവും. സോ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാം. അറിയാത്തവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ്, കോമൺ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ചിലവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഇത് പുതിയ ഇവിടെ വന്നത്തെ ആൾക്കാർക്കൊക്കെ ഒന്നും ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. അവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാലാണ് ശേഷം, പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാലൊക്കെയാണ് നമ്മുടെ വീഡിയോക്ക് കുറച്ച് റീച്ച് എത്തുള്ളൂ. സോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ NRI എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നമ്മളൊരു കുവൈറ്റിലേക്കോ നിങ്ങൾ വേറെ എവിടെയെങ്കിലേക്കോ പോകുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം, അതായത് ഇന്ത്യയിൽ നിന്ന് 6 മാസം വിട്ട് നിന്ന് വേറൊരു രാജ്യത്ത് നിൽക്കുന്നവരെ പറയുന്ന പേരാണ് NRI എന്ന് പറയുന്നത്. NRI എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ. അതായത് ഇന്ത്യയിലല്ല അവർ റിസൈഡ് ചെയ്യുന്നത്, മറ്റുള്ള രാജ്യത്താണ് അവർ റിസൈഡ് ചെയ്യുന്നത്. സോ അതിന് പറയുന്ന പേരാണ് NRI എന്ന് പറയുന്നത്. സോ NRI ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പാടുള്ളതല്ല. അതായത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ പാടുള്ളതല്ല. അവർക്ക് വേണ്ടത് NRE അക്കൗണ്ടോ NRO അക്കൗണ്ടോ FCNRO അക്കൗണ്ടാണ്. അതിൻ്റെ നോർമൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. സോ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കാത്തത് കൊണ്ടും നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും കുറേ പേർക്ക് സേവിങ്സ് അക്കൗണ്ട് നാട്ടിലുണ്ട്. ഇവിടെ 15, 20, 25 വർഷമായ ആൾക്കാർ മൊത്തം ഈ പറഞ്ഞ പോലെ തന്നെ സാധാ അവിടുത്തെ നോർമൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് റൂളാണ്, അത് ഫോളോ ചെയ്യുന്നവരുണ്ട്, ഫോളോ ചെയ്യാത്തവരുണ്ട്. സോ നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ട് നാട്ടിലുണ്ട്, അതിലൊരുപാട് പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ NRI എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. NRI ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സേവിങ്സ് അക്കൗണ്ട് നാട്ടിലത്തെ ഓർഡിനറി സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായിരിക്കും. ഇനി എന്ത് ചെയ്യും നമ്മൾ, അല്ലേ? അപ്പോൾ NRI ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ചധികം അക്കൗണ്ട്സുകളുണ്ട്. അതിൽ 3 അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്കത് അറിഞ്ഞാൽ മതി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ഇനി ഭാവി നിങ്ങൾക്ക് കുറേ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള വേറെ അക്കൗണ്ട്സിനെ പറ്റി നിങ്ങൾക്കറിയാം. അപ്പോൾ മെയിനായിട്ട് 3 എണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിൽ ഫസ്റ്റത്തെ മെയിനായിട്ടുള്ള അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, NRE എന്നുള്ളത്, അല്ലേ? അപ്പോൾ NRI എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിലും NRE എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിൻ്റെ ഒരു പേരാണ്, അക്കൗണ്ട് നെയിമാണ്. നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ ആണ് NRE എന്ന് പറയുന്നത്. അക്കൗണ്ട് കൂടി ചേരുമ്പോൾ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, അതായത് ഇതൊരു അക്കൗണ്ടിൻ്റെ ഒരു പേരാണ്. അതിൻ്റെ സിമ്പിളായിട്ടൊരു വെർഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ NRE അക്കൗണ്ട് എന്ന് പറയുന്നത് INRലാണ് നമുക്കത് കിട്ടുന്നത്, നമ്മൾ ബാങ്കിൽ അത് റിസീവ് ചെയ്യുന്നത്. പക്ഷേ കുവൈറ്റിൽ നമ്മൾ കുവൈറ്റ് ദിനാറാണ് ആ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അത് കുവൈറ്റ് ദിനാറാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും INR അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്നിട്ടത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ അത് INR ആക്കി തരും. അതിനെയാണ് NRE അക്കൗണ്ട് എന്ന് പറയുന്നത്. അതും നമുക്ക് ടാക്സബിൾ അല്ല. ബിക്കോസ് നമ്മളുടെ ഹാർഡ് ഏൺ മണി നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് അയക്കുമല്ലേ. അപ്പോൾ ആ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അതിനെ കൺവേർട്ടൊക്കെ ചെയ്ത് ആ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ് ഈ NRE അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു കറൻസീനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് റിസീവ് ചെയ്യുന്ന മണി എന്താണ്? INR ആണ്, ഇന്ത്യൻ റുപ്പി ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെയാണ് NRE അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിലേക്ക് ഒരിക്കലും നമുക്ക് INR ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൂഗിൾ പേയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും NRE അക്കൗണ്ടിൽ വർക്ക് ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് നാട്ടിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യിപ്പിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും സെൻഡ് ചെയ്യണം, നിങ്ങൾക്ക് മണി INR റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതായത് NRI ഉള്ള ആൾക്ക് ഉപയോഗിക്കേണ്ടതാണ് NRO അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് ടാക്സബിൾ ആയിരിക്കും. NRO അക്കൗണ്ട് എന്ന് പറയുന്നത് ടാക്സബിൾ ആയിരിക്കും. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. അത് നോർമൽ, നമ്മുടെ സാധാരണ നോർമൽ അക്കൗണ്ട് ഉണ്ടല്ലോ നാട്ടിലത്തെ, നോർമൽ അക്കൗണ്ട് ഉണ്ടല്ലോ,
അങ്ങനത്തെ നോർമൽ അക്കൗണ്ട് തന്നെയായിരിക്കും കേട്ടോ. അതിനെ പല രീതിയിലും നമുക്ക് കൊടുക്കാം. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടായിട്ട് തുടങ്ങാം, സേവിങ്സ് അക്കൗണ്ടായിട്ട് തുടങ്ങാം, ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് തുടങ്ങാം. ഈ പറഞ്ഞ പോലെ NRIയും അതുപോലെ തന്നെ ചെയ്യാം. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ അത് എന്താ പറയുക, നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് പോലെയാണ് NRO അക്കൗണ്ട് തുടങ്ങിയേക്കുന്നത്. അതുപോലെ NRI അക്കൗണ്ടും എനിക്കുണ്ട്. സോ ഈ NRO അക്കൗണ്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ തുടങ്ങാൻ വേണ്ടി പറ്റും. അക്കൗണ്ടാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ NROവും NRI അക്കൗണ്ടിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നാട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞുള്ളൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ നാട്ടിൽ കുറച്ച് പൈസ ഉണ്ട്, നിങ്ങളുടെ സാധാരണ സേവിങ്സ് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ആ ഒരു ഇപ്പോൾ HDFC ആണെങ്കിൽ അല്ലെങ്കിൽ ആക്സിസ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെന്ന് പറയുക, നമുക്കിങ്ങനെ പുറത്തേക്ക് പോവുകയാണ്, സോ എനിക്കിങ്ങനെ എൻ്റെ നോർമൽ അക്കൗണ്ട് നിങ്ങൾ NRO അക്കൗണ്ട് ആക്കി തരണം, പിന്നെ എനിക്കൊരു NRI അക്കൗണ്ട് എടുത്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവർ വിസ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ NRI അക്കൗണ്ട് എടുത്തു വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഉള്ളൊരു സാധാരണ നോർമൽ അക്കൗണ്ട് അവർ നമ്മൾ NRO അക്കൗണ്ട് ആക്കിത്തരും. സോ നിങ്ങൾക്ക് 2 അക്കൗണ്ട് ഉണ്ടാവും, NRI അക്കൗണ്ടും NRO അക്കൗണ്ടും അവരാക്കിത്തരും. പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആക്കിത്തരും. ചില ബാങ്കുകളിലുള്ളൂ കേട്ടോ, നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മാത്രം. എനിക്കങ്ങനെ കിട്ടിയായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒരു എൻട്രി വിസയിലായിരിക്കുമല്ലോ നമ്മൾ വരുന്നത്. സോ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് സിവിൽ ID അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ എമിറേറ്റ്സ് ID അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അവർക്കത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് മീൻസ് KYC കംപ്ലീറ്റഡ് ആവും. അല്ലാത്ത പക്ഷം അതൊരു 3 മാസം 4 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്യാൻസലായി പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സോ NROവും NRIയും അക്കൗണ്ട് എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നു. നിങ്ങൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർ സഹായിച്ചു തരും. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ നാട്ടിലില്ല, ഒരു അക്കൗണ്ടും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് എടുക്കാൻ കുറച്ച് ടഫാണ്. ചില ബാങ്കുകാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ച ബാങ്കിലൊക്കെ പറയുന്നത് ഒരു മിനിമം 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തെ വിസ വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻട്രി വിസയിൽ എന്തായാലും 1 വർഷത്തെ 6 വർഷത്തെ വിസ നമുക്ക് ഉണ്ടാവില്ല, 3 മാസമൊക്കെ കഷ്ടിച്ചുണ്ടാവുള്ളൂ. അപ്പോൾ എൻട്രി വിസ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ പാസ്പോർട്ട് കോപ്പിയും ഈ വിസയുടെ വാലിഡിറ്റിയും അവർ നോക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് അന്വേഷിച്ച് നോക്കാം. എൻ്റെ ഒരു അറിവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാങ്കേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ബാക്കി ഒരു പുതിയ അക്കൗണ്ട് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നതല്ല. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് NRI അക്കൗണ്ടും NRO അക്കൗണ്ടും ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് ഏജൻസികൾ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഞാൻ എടുത്തത് ലുലു എക്സ്ചേഞ്ചിലാണ്. അതുപോലെ തന്നെ ചില എക്സ്ചേഞ്ചുകളിലൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ലുലു എക്സ്ചേഞ്ചിൽ ഫെഡറൽ ബാങ്കിൻ്റെ NRI NRO അക്കൗണ്ടാണ് ഞാൻ എടുത്തത്. നമ്മളുടെ ഇവിടുത്തെ സിവിൽ ID കിട്ടിയതിന് ശേഷമാണ് കേട്ടോ അടുത്ത്. ഇവിടെ നിന്ന് ചാർജ് ആയത് എത്രയോ 12-13 KD ആണ് നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതായത് ഏകദേശം 2500 5000 രൂപയാണ് മിനിമം ബാലൻസ് വരുന്നത്. സോ അതായത് ഒരു 30 ദിവസം നമ്മൾ 5000 രൂപ കീപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വാലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇടേണ്ടി വരും. 1 മാസം വെരിഫിക്കേഷൻ എടുത്തതിന് ശേഷമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കുവൈറ്റ് ദിനാർ NRI അക്കൗണ്ടിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ NRO അക്കൗണ്ടിലും നമുക്ക് ഗൂഗിൾ പേ ഒക്കെ റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫാർ എനിക്ക് നാട്ടിൽ സേവിങ്സ് അക്കൗണ്ട്, നമ്മുടെ സാധാരണ അക്കൗണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഉണ്ട്. പക്ഷേ ആസ് പെർ നിയമം അനുസരിച്ചിട്ട് നമ്മളത് മൊത്തം ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ടൊക്കെ കളയണമെന്നാണ്. പക്ഷേ എനിക്ക് നാട്ടിൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഏറ്റവും നല്ല NRI NRO അക്കൗണ്ടുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 മിനിമം ബാലൻസ് ആണ് ഇടേണ്ടത്. ഞാൻ നേരത്തെ പോലത്തെ പറഞ്ഞാൽ 5000 രൂപ മിനിമം ആയിട്ട് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഈ മിനിമം ബാലൻസ് എന്ന് പറയുന്നത് മിനിമം ആവറേജ് ബാലൻസ് ആണ്. അതായത് ഒരു മന്ത്ലി ബാലൻസ് ആണ് അവർ നോക്കുന്നത്. മന്ത്ലിയിൽ 5000 രൂപ നമുക്ക് ഉണ്ടായാൽ മതി. അതായത് ഡിവൈഡ് ചെയ്ത് ആവറേജ് എടുത്ത് നോക്കുമ്പോൾ 5000 രൂപ ഉണ്ടായാൽ മതി. ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 50,000 നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു 4 to 6 days ഒക്കെ ഒരു 50,000 അങ്ങോട്ട് കീപ്പ് ചെയ്യും. എന്നിട്ട് അത് ഫുള്ളായിട്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ മന്ത്ലി ആവറേജ് ബാലൻസ് എടുത്ത് നോക്കുമ്പോൾ അത് 5,000 ആയിക്കോളും. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ആവറേജ് ബാലൻസ് ഏറ്റവും കുറവ് ഏതാണോ അതായിരിക്കും കുറച്ചും കൂടി ഫീസിബിളായിട്ട് തോന്നും. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഇപ്പം പ്രത്യേകിച്ച് എന്നെപ്പോലൊരു ഒരുത്തരാണെന്നുണ്ടെങ്കിൽ
അറിയാതെ ആണെങ്കിലും നമ്മളത് യൂസ് ചെയ്ത് പോകും ആ എമൗണ്ട്, പിന്നെ അതിന് ചാർജ് പിടിക്കലും അങ്ങനത്തെ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മിനിമം ബാലൻസ് ഉള്ള ഇത് എടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. 10,000 രൂപ ഉള്ളുണ്ട്, 20,000 രൂപ ഉള്ളതൊക്കെ ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള അക്കൗണ്ട്സുകൾ ഉണ്ട്. ഇതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല. സാധാരണ ഒരു നോർമൽ അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആക്സിസ് ബാങ്ക് ആയാലും ഫെഡറൽ ബാങ്ക് ആയാലും അവർക്കൊക്കെ പ്രൈം മെമ്പർ അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേതായിട്ടുള്ള ബാങ്കിനെ പറ്റി സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിൽ തന്നെ ഏറ്റവും മിനിമം ബാലൻസ് ആയിട്ടുള്ള കൊടുക്കുന്ന ബാങ്കുകളും ഉണ്ട്. സോ അതിനെ പറ്റിയിട്ടൊക്കെ നോക്കാം. പിന്നെ ഉള്ളതാണ് FCNR അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ദിനാറിൽ തന്നെ, ഇപ്പോൾ നാട്ടിൽ ദിനാറിൽ തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് FCNR തുടങ്ങിയാലും മതി. ഇപ്പോൾ ദിനാറോ US അല്ലെങ്കിൽ AED സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അക്കൗണ്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. NRE അക്കൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കില്ല. NRO അക്കൗണ്ട് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 അക്കൗണ്ടാണ് മെയിനായിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തുടങ്ങിയത് ലുലു എക്സ്ചേഞ്ചിലാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്ചേഞ്ചുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യൻ അക്കൗണ്ട്സുകൾ കൊടുക്കുന്നത്. അവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കുക, നല്ല അക്കൗണ്ടുകൾ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. IDFC ബാങ്ക്, പിന്നെ ICICI ബാങ്കൊക്കെ ഓൺലൈനിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ സിവിൽ ID കിട്ടിയതിന് ശേഷമായിരിക്കും ചില ബാങ്കുകളും അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ ഓൺലൈനിലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ നല്ല ബാങ്ക് അന്വേഷിച്ച് നോക്കി കണ്ടുപിടിച്ച് എടുക്കുക. NRE അക്കൗണ്ടും NRI അക്കൗണ്ടും മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നല്ല ഗുണങ്ങളുമുണ്ട്. ഭാവിയിൽ നമുക്ക് ലോൺ കിട്ടാനും എല്ലാത്തിനും. പിന്നെ ടാക്സബിൾ അല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരുപാട് എമൗണ്ട് നാട്ടിലേക്ക് അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ NRI അക്കൗണ്ടിൽ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു അഗെയിൻ.